എനിക്ക് സ്ത്രീകളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാതെ, ഭർത്താവ് അറിയാതെ കുറച്ച് പണം മാറ്റി വെക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല. 3.5 കോടിയോളം ഇൻഫോസിസ് ഷെയറുകൾ സ്വന്തമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ IT കമ്പനിയായ ഇൻഫോസിസിന്റെ ഫൗണ്ടറായ നാരായണ മൂർത്തിയുടെ ഭാര്യയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിന്റെ അമ്മായിയമ്മയായ സ്വന്തമായി തന്നെ ധാരാളം നേട്ടങ്ങൾ അവകാശപ്പെടാനുള്ള സുധാമൂർത്തി പറഞ്ഞ കാര്യങ്ങളാണ്. എന്തിനായിരിക്കും അവരിങ്ങനെ പറഞ്ഞത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സുധാമൂർത്തിയുടെ ജീവിതമാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കല്യാണം കഴിഞ്ഞവർക്കും പെൺകുട്ടികൾക്കും എല്ലാം ധാരാളം കാര്യങ്ങൾ ആ ജീവിതത്തിൽ നിന്നും പഠിക്കാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. അതിനുശേഷം അധികം ഒന്നും വേണ്ട, ഒരാൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഒരാൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1951 ഓഗസ്റ്റ് മാസം 19-ാം തീയതി കർണാടകയിലെ ഷിഗാവോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് സുധാ കുൽക്കർണി ജനിക്കുന്നത്. ജനിച്ച സമയത്തുള്ള പേര് സുധാ കുൽക്കർണി എന്നായിരുന്നു. അച്ഛൻ നോക്കുകയാണെങ്കിൽ ഡോക്ടറായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, 1950 ഒരു സർജനായ ഡോക്ടറായ അച്ഛനാണ് ഈ കുട്ടി ജനിക്കുന്നത്. അമ്മയാണെങ്കിൽ ഒരു അധ്യാപികയായിരുന്നു. വിമല കുൽക്കർണി എന്നായിരുന്നു പേര്. 1950 തന്നെ ഡോക്ടറുടെയും അധ്യാപികയുടെയും മകളായിട്ട് ജനിക്കുക എന്ന് പറയുമ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്ത ജീവിത സാഹചര്യത്തിലായിരുന്നു വളർന്നത് എന്ന കാര്യം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ്. ഈ കുട്ടിയെ അച്ഛനും അമ്മയും നോക്കുന്നുണ്ട്. അതുകൂടാതെ അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഈ കുട്ടിയെ നോക്കുന്നുണ്ട്. മുത്തശ്ശി വലിയ രീതിയിൽ തന്നെ സുധാമൂർത്തിയുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. പിൽക്കാലത്ത് സുധാമൂർത്തി എഴുതിയ പല പുസ്തകങ്ങളിലും മുത്തശ്ശിയുടെ സ്വാധീനം കാണാൻ പറ്റും. മുത്തശ്ശിയെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങളാണ് മൈ ഗ്രാൻഡ്മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ്, അതുപോലെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ്മാ ടു റീഡ് എന്നീ പുസ്തകങ്ങൾ. സുധാമൂർത്തിക്ക് വീട്ടിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സഹോദരിയും ഒരു സഹോദരനും. ഇവർ രണ്ടുപേരും അതുപോലെ സുധാമൂർത്തിയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീനിവാസ് കുൽക്കർണി എന്ന് പറയുന്നത് കാലിഫോർണിയയിലെ പ്ലാനറ്ററി സയന്റിസ്റ്റ് ആണ്. അത്രയും വലിയ പോസ്റ്റിലാണ്. നന്നായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത്. അതുപോലെ ജയശ്രീ ദേശ്പാണ്ഡെ എന്നു പേരുള്ള സുധാമൂർത്തിയുടെ സഹോദരി ദേശ്പാണ്ഡെ ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ്. നല്ല രീതിയിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊണ്ട് സുധാമൂർത്തിക്ക് പിന്നീട് ആഗ്രഹം വരുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നതാണ്. അന്നത്തെ സമയത്ത് നമുക്കറിയാം, സ്ത്രീകളൊന്നും അത്രത്തോളം എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നില്ല. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. എന്നാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഹുബ്ലിയിലെ BVB കോളേജിൽ സുധാമൂർത്തി ജോയിൻ ചെയ്യാണ്. അവിടെ വെച്ച് നല്ല രീതിയിൽ പഠിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി ഏറ്റവും അധികം മാർക്കോടെയാണ് കോളേജിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സെപ്ഷണൽ അക്കാഡമിക് പെർഫോമൻസിന് ഗോൾഡ് മെഡലും സുധാമൂർത്തി സ്വന്തമാക്കുകയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BVB കോളേജിൽ നിന്നും ഗോൾഡ് മെഡലോടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി എന്താണ് ആഗ്രഹം? ഹയർ സ്റ്റഡീസ് ചെയ്യണം, PG ചെയ്യണം. അത് ചെയ്യാൻ ആഗ്രഹമുള്ളത് കമ്പ്യൂട്ടർ സയൻസിലാണ്. നമുക്കറിയാം, അത് എടുക്കാനും പറ്റുന്നതാണ്. എന്നാൽ ഇത്രയും ഗോൾഡ് മെഡലൊക്കെ നേടിയ ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അതുമല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ചേർന്ന് പഠിക്കണം എന്നതായിരിക്കും. കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന, പുറത്തിറങ്ങിയാൽ നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതേ കാരണം കൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ജോയിൻ ചെയ്യാനും പഠിക്കാനുമുള്ള അവസരം സുധാമൂർത്തിക്ക് ലഭിക്കുകയാണ്. അവിടെ ചെന്ന് പഠിച്ചു എന്ന് മാത്രമല്ല, അവിടെയും മികച്ച വിദ്യാർത്ഥിനിയായി പഠിച്ചതുകൊണ്ട് അവിടെ നിന്നും പഠിച്ച് പാസ് ഔട്ടായി പുറത്തേക്ക് വരുന്നത് ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അണ്ടർ ഗ്രാജുവേഷൻ നോക്കുകയാണെങ്കിലും PG നോക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയായി ഗോൾഡ് മെഡലോടെയാണ് പാസ്സായിരിക്കുന്നത്. ഇനി എന്താണ് ആഗ്രഹം? നല്ല ശമ്പളമുള്ള, കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ജോലി കിട്ടണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായി നിലനിന്നിരുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ടെൽക്കോ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി സുധാമൂർത്തി പോവാണ്. പക്ഷേ അപേക്ഷിക്കാൻ പോയ സമയത്താണ് ആ സത്യം തിരിച്ചറിഞ്ഞത്. സ്ത്രീകളെ അവിടെ എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലിക്ക് എടുക്കില്ലായിരുന്നു. അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച തസ്തികയായിരുന്നു. എന്നാൽ ഇത് ശരിയല്ലല്ലോ. സ്ത്രീ ആയതുകൊണ്ട് മാത്രം മെറിറ്റ് ഒന്നും നോക്കാതെ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് ലിംഗനീതിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. ഞാൻ പഠിച്ച് പാസ്സായിട്ടുള്ളത് IISc-യിൽ നിന്നും ഗോൾഡ് മെഡലോടെയാണ്. എന്നിട്ട് എനിക്ക് പോലും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കണം. അന്ന് സുധാമൂർത്തി ചെയ്തത് JRD ടാറ്റയ്ക്ക് ഈ കാര്യം പറഞ്ഞൊരു കത്തയക്കുക എന്നതായിരുന്നു. ആ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: 1900 മുതൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ് ടാറ്റ ഗ്രൂപ്പ്. നിങ്ങൾ കാരണം തന്നെയാണ് IISc എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതും. ഭാഗ്യവശാൽ
അവിടെ പഠിച്ച് പുറത്തിറങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു കമ്പനി സ്ത്രീ ആയതുകൊണ്ട് മാത്രം ജോലിക്ക് അപേക്ഷിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കത്തിലെ പ്രധാന വാചകങ്ങൾ ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ഈ കത്തിന് മറുപടി ലഭിക്കുമെന്നോ നീതി ലഭിക്കുമെന്നോ സുധാമൂർത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് അവിടെ ഞെട്ടിക്കുകയാണ്. അവർ ചെയ്തൊരു കാര്യം സുധാമൂർത്തിക്ക് വേണ്ടി മാത്രം ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാണ്. IIScയിൽ നിന്നും ഗോൾഡ് മെഡലോടെ പഠിച്ച് പാസ്സായ സുധാമൂർത്തിക്ക് ആ ഇന്റർവ്യൂ നിഷ്പ്രയാസം പാസ്സാവാൻ പറ്റുകയാണ്. ഉടൻ തന്നെ അതേ കമ്പനിയിൽ ജോലിയും ലഭിക്കുന്നു. ഈ സംഭവം സത്യം പറഞ്ഞാൽ ഒരു ചരിത്രമായിരുന്നു. ടെൽക്കോയിലെ തന്നെ ആദ്യ വനിതാ എഞ്ചിനീയറായിട്ട് മാറാൻ സുധാമൂർത്തിക്ക് സാധിക്കുകയാണ്. അന്നത്തെ സമയത്തെ പേര് സുധാ കുൽക്കർണി എന്നായിരുന്നു എന്ന കാര്യം പറഞ്ഞതാണ്. 1973-74 ഇപ്പോൾ വർഷം. സുധാമൂർത്തി നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. പ്രധാനമായിട്ടും കൂട്ടുകാരികളുടെ കയ്യിൽ നിന്നും എല്ലാം കിട്ടുന്ന പുസ്തകങ്ങളായിരുന്നു സുധാമൂർത്തി വായിച്ചിരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പ്രസന്ന എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരിയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ച് വായിക്കാനുള്ള അവസരം സുധാമൂർത്തിക്ക് ലഭിക്കുന്നു. ഓരോ പുസ്തകം തുറന്നു നോക്കുമ്പോഴും അതിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റി. കാര്യങ്ങൾ മറ്റൊന്നുമല്ലായിരുന്നു. താളുകൾ മറിക്കുന്ന സമയത്ത് പല പേജുകളിലും നാരായണമൂർത്തി ഇസ്താംബുൾ, മറ്റൊരു പുസ്തകം നോക്കുകയാണെങ്കിൽ നാരായണമൂർത്തി പേശവാർ എന്നെല്ലാം കാണാൻ പറ്റും. നമുക്കറിയാം ഇതെല്ലാം പാകിസ്ഥാനിലുള്ള സ്ഥലങ്ങളാണ്. ആദ്യ സമയത്ത് തമാശ രീതിയിൽ സുധാമൂർത്തി വിചാരിച്ചിരുന്നത് ഇതേതെങ്കിലും ഇന്റർനാഷണൽ കണ്ടക്ടറുടെ പുസ്തകങ്ങളായിരിക്കുക എന്നതാണ്. എന്നാൽ പിന്നീട് ആ സത്യം മനസ്സിലാക്കുകയാണ്. ഇദ്ദേഹം ഒരു യാത്രക്കാരനാണ്, സഞ്ചാരിയാണ്. വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. ആ സമയത്ത് കിട്ടുന്ന പുസ്തകങ്ങൾ വില കൊടുത്തു വാങ്ങുന്നു. അതിനുശേഷം തൻ്റെ പേരും ആ സ്ഥലത്തിൻ്റെ പേരും ചേർത്ത് എഴുതി വെക്കുകയാണ്. വലിയൊരു ആരാധന തന്നെ നാരായണമൂർത്തിയോട് സുധാമൂർത്തിക്ക് ഉണ്ടാവുകയാണ്. ഇദ്ദേഹം എങ്ങനെ ഉണ്ടാവും കാണാൻ? തീർച്ചയായിട്ടും ഒരു സിനിമാ നടനെ പോലെ ഉണ്ടാവും. ഞാനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വില കൊടുത്തു വാങ്ങുന്നു. അദ്ദേഹം അത് വായിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ജീവിതമാണ്. ഒരു സിനിമാ നടനെ പോലെ ഇദ്ദേഹം ഉണ്ടാവുമെന്നെല്ലാം കരുതി സുധാമൂർത്തി നിൽക്കുന്ന സമയത്ത് നാരായണമൂർത്തിയെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സുധാമൂർത്തി പറഞ്ഞത് ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ്. കാരണം വേറെയൊന്നുമല്ല, ഒരു കുട്ടിയെ പോലെയാണ് തോന്നിയത്. വലിയ പ്രായമൊന്നുമില്ലാത്ത വളരെ യങ്ങായ മെലിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ. കപിൽ ശർമ്മയുടെ ആ ഇന്റർവ്യൂവിൽ സുധാമൂർത്തി തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നാരായണമൂർത്തിക്ക് ഇപ്പോഴും ഭാരമൊന്നും കൂടിയിട്ടില്ല, കാരണം ഞാൻ കുക്ക് ചെയ്യാൻ അത്രത്തോളം മിടുക്കിയല്ല. എന്താണെങ്കിലും തമാശ മാറ്റി വെച്ചാൽ സുധാമൂർത്തി നാരായണമൂർത്തിയെ കണ്ടെത്തുകയാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഏതാണ്ട് 3-4 വർഷം ഇരുവരും പ്രണയിക്കുന്നുണ്ട്. എല്ലാ പ്രണയങ്ങളും വിവാഹത്തിലെത്താറില്ല. എന്നാൽ 1978 നാരായണമൂർത്തിയും സുധാ കുൽക്കർണിയും വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ സുധാ കുൽക്കർണിയുടെ പേര് സുധാമൂർത്തി എന്നായിട്ട് മാറുകയാണ്. വർഷം 1980-81 ആയ സമയത്ത് നാരായണമൂർത്തിക്ക് ഒരു താല്പര്യം വരികയാണ്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങണം. ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ 6 എഞ്ചിനീയർമാരും കൂടെ ഉണ്ട്. അങ്ങനെ 7 പേർ ചേർന്ന് ഇൻഫോസിസ് എന്ന് പേരിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങണം. ഈ കാര്യം സുധാമൂർത്തിയോട് നാരായണമൂർത്തി പറയാണ്. എന്നാൽ ആ സമയത്ത് സുധാമൂർത്തി തിരിച്ചു ചോദിച്ചത്, നമ്മുടേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, കുഴപ്പമില്ലാതെ നമ്മൾ ജീവിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കമ്പനി തുടങ്ങുക എന്നൊക്കെ പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത് തുടങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരായണമൂർത്തി തൻ്റെ വിഷൻ പൂർണ്ണമായിട്ടും സുധാമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയിൽ ഇനി സോഫ്റ്റ്വെയർ യുഗം ആരംഭിക്കാൻ പോവാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ കമ്പനി ഇടുന്നത് കൊണ്ട് നമുക്കുണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുകയാണ്. 3 മണിക്കൂറോളം ആ സംസാരം നീണ്ടു നിൽക്കുന്നു. ആ 3 മണിക്കൂർ സംസാരത്തിനിടയിൽ നാരായണമൂർത്തി സുധാമൂർത്തിയോട് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്ക് ജോലിയുണ്ട്, നീ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. എനിക്ക് 3 വർഷത്തേക്ക് വീട്ടിലേക്ക് പണമൊന്നും തരാൻ പറ്റില്ല. ചില സമയത്ത് ഞാൻ പ്രശ്നത്തിലാവുന്ന സമയത്ത് നീ എന്നെ സഹായിക്കേണ്ടിയും വരും. ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എന്തായാലും നീണ്ടുനിന്ന ആ സംസാരം കഴിഞ്ഞ് സുധാമൂർത്തി നാരായണമൂർത്തിയുടെ കയ്യിലേക്ക് ഒരു 10,000 രൂപ വെച്ചു കൊടുക്കുകയാണ്. 1980-കളിലെ 10,000 രൂപയാണ്. എങ്ങനെയാണ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇത്രയും പണം വന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. കാരണം ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ സേവിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ആരും അറിയാതെ, ഭർത്താവ് അറിയാതെ കുറച്ച് പണം സുധാമൂർത്തി മാറ്റിവെച്ചിരുന്നു. ഇത് വാസ്തവത്തിൽ കുൽക്കർണി ഫാമിലിയിൽ നിന്ന്, അതായത് താൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നും സുധാമൂർത്തിക്ക് ലഭിച്ച ശീലങ്ങളിൽ ഒന്നായിരുന്നു. അമ്മ എപ്പോഴും, മുത്തശ്ശിയും അമ്മയൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഒരുപാട് ഡ്രസ്സ് വാങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിച്ചാൽ നമുക്ക് മാറ്റിവെക്കാൻ പണം ഉണ്ടാവില്ല. ഇത്തരത്തിൽ നമ്മൾ എമർജൻസി ഫണ്ടായി ഒരു നിശ്ചിത തുക മാറ്റിവെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ
നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സുധാമൂർത്തി ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളോടും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. ഭർത്താവ് അറിയേണ്ട കാര്യമല്ല, ആരും അറിയേണ്ട കാര്യമല്ല, നമ്മുടേതായി നമ്മളൊരു എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ടും മാറ്റി വെക്കേണ്ടതാണ്. അപ്പം നമുക്ക് തോന്നും, നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ, സ്വർണവും പണവും എല്ലാം ബിസിനസ് തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന ഭർത്താവിനെ എല്ലാം ഏൽപ്പിക്കുന്ന ഭാര്യയെക്കുറിച്ച്. എന്നാൽ സുധാമൂർത്തി കൃത്യമായിട്ട് പറയുന്നുണ്ട്, കമ്പനി ചിലപ്പോൾ വിജയിച്ചേക്കാം, നിങ്ങൾ സമ്പത്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവരും, എല്ലാം എനിക്കറിയാം, എന്നാൽ ഇത് ലോണായിട്ട് തരുന്നതാണ്, ഇത് കൃത്യമായിട്ട് തന്നെ വീട്ടേണ്ടതാണ്. അന്ന് കൊടുത്ത ആ 10,000 രൂപ പിന്നീട് ബില്യൺ കണക്കിനായി തിരിച്ചു കിട്ടി എന്നതും ചരിത്രം തന്നെയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം സുധാമൂർത്തി തന്നെ കപിൽ ശർമ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ കപിൽ ശർമ്മ ചോദിക്കുന്നുണ്ട്, എല്ലാ ഭർത്താക്കന്മാരും പറയുന്നത് പോലെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്നാണോ അദ്ദേഹം ചോദിച്ചത് എന്ന കാര്യം. എന്നാൽ കുൽക്കർണി ഫാമിലിയിൽ അങ്ങനെ ഒരു ശീലമല്ല. പണത്തിന് ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്ക് വെക്കാറുണ്ട്, അതെങ്ങനെ തിരിച്ചടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാറുണ്ട് എന്ന് സുധാമൂർത്തി കൃത്യമായി തന്നെ അന്ന് മറുപടിയും കൊടുക്കുന്നു. 1981 ജൂലൈ മാസം 2-ാം തീയതിയാണ് ഇൻഫോസിസ് സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ നമുക്കറിയാം, എല്ലാ കമ്പനികളും തുടങ്ങുന്ന സമയത്ത് കോ ഫൗണ്ടേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ സുധാമൂർത്തി നാരായണമൂർത്തിയെ കൃത്യസമയങ്ങളിൽ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്, സ്വന്തം ഫിനാൻസും ജീവിതവും ജോലിയും ഒക്കെ നശിപ്പിച്ചിട്ടല്ല സഹായം കൊടുത്തിരുന്നത്, കൃത്യമായ പദ്ധതികളോടെ കണക്ക് വെച്ച് വേണ്ട രീതിയിലാണ് സഹായിച്ചിരുന്നത്. ഉദാഹരണത്തിന്, പല സമയത്തും സുധാമൂർത്തി നാരായണമൂർത്തിക്ക് സ്വർണം കൊടുത്തിരുന്നു. പക്ഷെ ഇങ്ങനെ സ്വർണം കൊടുക്കുമ്പോൾ ചെറിയൊരു തുക മേടിച്ചിരുന്നു. ഈ തുക എപ്പോഴാണ് റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം എപ്പോഴാണോ നാരായണമൂർത്തി തിരിച്ചു കൊണ്ട് കൊടുക്കുക, ആ സമയത്ത് ഈ തുക റിട്ടേൺ ചെയ്യും. അപ്പൊ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാൻ നാരായണമൂർത്തിക്കും പറ്റുന്നതാണ്. ഇതുപോലെ കുൽക്കർണി ഫാമിലിയിൽ നിന്ന് പഠിച്ച കൃത്യമായി സാമ്പത്തിക അച്ചടക്കം പാലിച്ചിട്ടുള്ള രീതികളായിരുന്നു സുധാമൂർത്തി എക്കാലവും പിൻപറ്റിയിരുന്നത്. 1981 ജൂലൈ മാസം 2-ാം തീയതി എന്തായാലും ഇൻഫോസിസ് തുടങ്ങിയല്ലോ. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ സുധാമൂർത്തി നല്ലൊരു എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. അവർക്ക് എന്താണെങ്കിലും ഭർത്താവിൻ്റെ കമ്പനിയിൽ, ഭർത്താവ് കോ ഫൗണ്ടർ ആയിട്ടുള്ള കമ്പനിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ സഹായിക്കാൻ അങ്ങനെ ചെയ്യുന്നത് വളരെയേറെ നല്ലതായിരിക്കും. അപ്പം പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൽക്കോ എന്ന് പറയുന്ന ടാറ്റയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. എങ്കിലും സുധാമൂർത്തി ആ ജോലി ഉപേക്ഷിച്ച് ഇൻഫോസിസിൽ ചേരാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇങ്ങനെ തയ്യാറാവുന്ന സമയത്ത് JRD ടാറ്റയെ കണ്ടാണ് ബൈ പറഞ്ഞു പോരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് JRD ടാറ്റ ഒരു കാര്യം പറയുന്നുണ്ട്, ബിസിനസ്സിൽ വിജയിച്ചാലൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ സമൂഹത്തിന് അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ സമൂഹം നമുക്ക് തിരിച്ചു തരും. ഇതൊരു റെസിപ്രൊക്കേറ്റിംഗ് പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതായത് നമുക്കുണ്ടാവുന്ന വിജയം നമ്മുടേത് മാത്രമായിട്ട് നമ്മൾ അടക്കി വെച്ചത് കൊണ്ട് കാര്യമല്ല, നമ്മുടെ വിജയം സമൂഹത്തിൻ്റെ കൂടെ വിജയമാണെന്ന് അവർക്ക് തോന്നണം. അവർക്ക് വേണ്ടി ഉപകാരപ്രദമായ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം. സുധാമൂർത്തിയുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇതേ കാര്യമാണ് സുധാമൂർത്തി തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ളതും. എന്താണെങ്കിലും സുധാമൂർത്തി അങ്ങനെ ഇൻഫോസിസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. $150 മുതൽ മുടക്കിൽ തുടങ്ങിയ ആ കമ്പനി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 66 ബില്യണിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള വലിയൊരു കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ IT കമ്പനിയാണെന്ന് മാത്രമല്ല, ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകളാണ് ആ കമ്പനിയെ ആശ്രയിച്ച് ഇന്ന് ജീവിക്കുന്നത്. സുധാമൂർത്തിയുടെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, 6-7 സാരികൾ മാത്രമുള്ള വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ്. 3.5 കോടിയോളം ഇൻഫോസിസ് ഷെയറുകളുണ്ട്. ഡിവിഡൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടിയാണ് വർഷാവർഷവും വരുമാനമായിട്ടുള്ളത്. എങ്കിലും ലളിത ജീവിതം നയിക്കുന്നു. അതിൻ്റെ കാരണം വേറെയൊന്നുമല്ല, കുൽക്കർണി ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് ഷോപ്പിംഗ് നടത്താനും പണം പൊടിക്കാനും സുധാമൂർത്തിയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒന്നും താല്പര്യമില്ലായിരുന്നു. അതേ രീതികൾ തന്നെയാണ് സുധാമൂർത്തിയോടും പറഞ്ഞു കൊടുത്തത്. എന്നാൽ നാരായണമൂർത്തിക്ക് ഇതിൽ എതിരഭിപ്രായമുണ്ട്. കാരണം എന്താണെന്നറിയോ, പണമുള്ള ആളുകൾ പണം നല്ല രീതിയിൽ ചെലവഴിക്കണം, എങ്കിൽ മാത്രമേ സമൂഹത്തിലേക്ക് ആ പണം എത്തുള്ളൂ, എന്നാൽ മാത്രമേ മണി ഫ്ലോ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ് സുധാമൂർത്തിയും നാരായണമൂർത്തിയും. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമല്ലേ മണി ഫ്ലോയെ സംബന്ധിച്ച്, ഷോപ്പിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇന്ത്യയിലെ തന്നെ ഐഡിയൽ കപ്പിൾസ് ആയിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം മാനിച്ച് പരസ്പരം ബഹുമാനിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സുധാമൂർത്തിക്കും നാരായണമൂർത്തിക്കും 2 മക്കളുണ്ട്, അക്ഷതാമൂർത്തിയും രോഹൻമൂർത്തിയും. ഈ അക്ഷതാമൂർത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ UK പ്രധാനമന്ത്രിയായ ഋഷി സുനക്കാണ്. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അമ്മായിയമ്മയാണ് നമ്മുടെ സുധാമൂർത്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. സുധാമൂർത്തിക്ക് ധാരാളം പണമുണ്ട്, ഇത് ഷോപ്പിങ്ങിന് വേണ്ടിയൊന്നും ചിലവഴിക്കുന്നില്ല എന്ന കാര്യം. എന്നാൽ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ അവർ തയ്യാറാവുന്നുണ്ട്. ഗേറ്റ്സ് ഫൗണ്ടേഷൻ, നമുക്കറിയാലോ, മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ അംഗമാണ്. അതുകൂടാതെ ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്, നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ ചെയർപേഴ്സൺ ആണ് സുധാമൂർത്തി. ധാരാളം അനാഥാലയങ്ങളെല്ലാം ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പറയുമ്പോഴെല്ലാം പറയേണ്ടതുകൊണ്ട് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ലളിതമായ ഇംഗ്ലീഷിൽ 10ഓളം പുസ്തകങ്ങളെല്ലാം സുധാമൂർത്തിയുടേതായിട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ്. അതൊന്നും കൂടാതെ അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ എടുത്തു പറയേണ്ടത് ഇന്ത്യ മഹാരാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചത് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് സുധാമൂർത്തിയെക്കുറിച്ച് മലയാളികൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഇത്രയും വലിയ പണമുള്ള, ഇത്രയും വലിയൊരു കമ്പനിയുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിലത്തിരുന്ന് അടുപ്പ് കൂട്ടി പൊങ്കാലയിട്ടു എന്ന വാർത്തയായിരുന്നു. അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിലും ആ കാര്യം വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് കണ്ടു. എന്നാൽ നമുക്ക് പഠിക്കേണ്ട അതിലുപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സുധാമൂർത്തിയുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ആ കാര്യങ്ങൾ തിരഞ്ഞുപിടിച്ച് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ജീവിതത്തിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും, അതുപോലെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കണ്ടുപഠിക്കാനുള്ള ധാരാളം കാര്യങ്ങളും സുധാമൂർത്തിയുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ ഉപകാരപ്രദമാവുന്ന ഒരുപാട് അറിവുകൾ ഈ കഥയിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതൂ. ഒരുപക്ഷെ വീഡിയോ കണ്ട് അതിൽ നിന്നും ആശയം ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർക്ക് കമൻറ്റ് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.